ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡും പഴവും ചേർത്തിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് ഇതിന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ 5 സ്ലൈസ് ബ്രെഡിലേക്ക് ഞാനിവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ നനവോട് കൂടിയിട്ടാണ് നമ്മളിതിനെ അരച്ചെടുക്കുന്നത്. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ലോണം ഫൈനായിട്ടൊന്നും നമ്മളിത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉരുട്ടാനുള്ളൊരു പാകത്തിന് വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡും പഴവും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡൗട്ട് ഉണ്ടാവും, ബ്രെഡും പഴവും ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇതിൽ ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക്